ശ്രീ പി സി ജോർജ്, താങ്കൾ ഈ പോസ്റ്റ് കണ്ടിരിക്കും. KPCCയുടെ ഔദ്യോഗിക പേജിൽ വന്നതാണ്. ഇത് മാർപ്പാപ്പയ്ക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയുമുള്ള ഒരു പോസ്റ്റായി തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ കോൺഗ്രസ് പാർട്ടിക്ക് അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന അപജയം വളരെ വലുതാണ്. മാർപ്പാപ്പ എന്ന് പറയുന്നത് കത്തോലിക്കന്റെയോ ക്രിസ്ത്യാനിയുടെയോ നേതാവല്ലല്ലോ. അല്ല, അവരുടെ നേതാവാണ്. കത്തോലിക്കന്റെ ഏറ്റവും പരമോന്നത നേതാവാണ്. അതിനും അപ്പുറത്ത് ലോക സമൂഹത്തിൽ ഏറ്റവും അംഗീകാരമുള്ള ഒരു മാർപ്പാപ്പ, ഒരു വ്യക്തിയാണ് മാർപ്പാപ്പ. അദ്ദേഹം ഇറ്റലിയുടെ രാഷ്ട്രത്തലവൻ മാത്രമല്ല, നമ്മുടെ വത്തിക്കാന്റെ രാഷ്ട്രത്തലവൻ മാത്രമല്ല, ലോക ജനങ്ങളുടെ മുമ്പിൽ ഒരു മധ്യസ്ഥൻ റോള് വരുന്ന എല്ലാ കാര്യത്തിലും മധ്യസ്ഥൻ റോളിലേക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരാളെ പറ്റും മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മാർപ്പാപ്പ എന്ന് ക്ഷണിച്ചതിന് ഇത്ര വലിയ പാപം ഇതിനും ക്ഷണിച്ചിട്ടില്ലേ? ഇതിനും മാർപ്പാപ്പ ശരിക്കും ഭരിച്ചിട്ടില്ല. അന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിക്കുന്നത്. അന്നെന്താ മിണ്ടാഞ്ഞ്? അന്ന് അന്നത്തെ മാർപ്പാപ്പ ഇവിടെ കോട്ടയത്തേടെ വന്നല്ലോ. അതായത് അൽഫോൻസാമ്മയുടെ നടപടിയെ ബന്ധപ്പെട്ടുകൊണ്ടാണ് മാർപ്പാപ്പ ക്ഷണിച്ച് മാർപ്പാപ്പ ഇവിടെ വന്നതാണല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. ഇന്നിപ്പോ മോദി കണ്ടതാണ് കുഴപ്പം. മോദിക്ക് എന്താ കുഴപ്പം? മോദി ലോകത്തിൽ ഒരു ജന നേതാവായി മാറിക്കഴിഞ്ഞില്ലേ? ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവല്ലേ അദ്ദേഹം. ഇന്ന് ഇറാൻ വിളിച്ചിരിക്കുക നമ്മുടെ നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി. എന്തിനാ മധ്യസ്ഥ ഉൾപ്പെടെ മധ്യസ്ഥ വഹിക്കാൻ മോദിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുള്ളപ്പോ ആ മോദി എന്ന വ്യക്തിത്വത്തെ അപമാനിക്കാൻ വേണ്ടി മാർപ്പാപ്പായിക്കൂടെ അപമാനിക്കാൻ തയ്യാറാകുന്ന കോൺഗ്രസിന്റെ ഗതികേടെന്നല്ല എന്ത് പറയാന്. അതെങ്ങനെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും പത്രങ്ങളുടെ മുമ്പിലും 100 സീറ്റ് കിട്ടി രാഹുൽ ഗാന്ധി 240 കിട്ടിയ മോദിയേക്കായി വലിയവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മതന്മാരും വിവരദോഷിയുടെ നാട്ടില് എന്ത് പറയാനാണ്? ഞാൻ പള്ളിക്കൂടത്ത് പഠിച്ചു 240 100-നെയൊക്കെ ഇരട്ടി കൂടുതലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ കേരള പത്രങ്ങളും മാധ്യമങ്ങളും 100 സീറ്റ് രാഹുൽ ഗാന്ധി ജയിച്ചെന്ന് 240 കിട്ടിയ മോദി തോറ്റെന്നാ പറഞ്ഞത്. എന്ത് വിവരം കേട്ടന്മാരെമാര് ഇമാർക്ക് എന്ത് പറ്റി? ഒരു സംശയം വേണ്ട, ഇതൊക്കെ നല്ല അടി കിട്ടും ജനങ്ങളിൽ നിന്ന്. ജനങ്ങൾ തിരിച്ചടി കിട്ടും. അപ്പൊ കോൺഗ്രസ് നന്നായിക്കോളും. ഇപ്പോ കോൺഗ്രസ് മാത്രമല്ല എല്ലാ LDF UDF ഇപ്പോ മുസ്ലിമിനെ മതി, മുസ്ലിം തീവ്രവാദികളെ മതി, വേറെ ആരെയും വേണ്ട. കേരളത്തിലെ ഭരണം മാത്രമാണോ? മുസ്ലിം തീവ്രവാദികളല്ലാതെ ആർക്കെങ്കിലും കേരളത്തിൽ രക്ഷയുണ്ടോ? എല്ലാവരെയും അവഗണിക്കുകയല്ലേ? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, വായിച്ച്. അദ്ദേഹത്തിന്റെ ലേഖനം വന്നിട്ടുണ്ട്, വായിക്ക്. എങ്ങനെ കുറ്റപ്പെടുത്തും വെള്ളാപ്പള്ളി വർഗീയത എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞ ആ വർഗീയതയല്ലേ ശരി? ആ ശരിയെ കുറ്റപ്പെടുത്താൻ അവർക്ക് കഴിയും? അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ മതസൗഹാർദ്ദം തകർക്കുന്ന നിലയിലേക്ക് ഈ കോൺഗ്രസ് ഇപ്പോൾ ഒരു പാർട്ടി നീങ്ങുന്നെങ്കിൽ വളരെ അപമാനകരമാണ്. സുധാകരനൊക്കെ മാന്യമായിരുന്നു. എന്ത് പറ്റി സുധാകരന്? പ്രതിപക്ഷ എന്ത് പറ്റി? അവര് തന്നെ ചർച്ച ചെയ്യട്ടെ. വേറൊന്നും എനിക്ക് പറയാനില്ല.